നമുക്കിന്ന് എൻ്റെ സ്വന്തം നാടായ കുമ്പളങ്ങിയിലെ കുറച്ച് കാഴ്ചകൾ കണ്ടാലോ. തീരദേശത്തോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് ഈ കുമ്പളങ്ങി. കൂടുതലായിട്ട് ഇവിടുത്തെ ആൾക്കാരുടെ ഉപജീവന മാർഗ്ഗം മീൻപിടുത്തം തന്നെയാണ്. നമുക്കിവിടെ വരുമ്പോൾ ചീനവലകളും മറ്റുമായിട്ട് ധാരാളം കാര്യങ്ങൾ കാണാൻ സാധിക്കും. കുമ്പളങ്ങിയിൽ വരാൻ ഏറ്റവും നല്ല സമയം അതിരാവിലെയും വൈകുന്നേരങ്ങളിലുമാണ്. 4 വശങ്ങളിലും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപാണ് ഈ കുമ്പളങ്ങി. ആദ്യകാലങ്ങളിൽ പുറത്തേക്ക് പോകാൻ പാലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കടത്തുമാർഗം മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഓരോ സ്ഥലങ്ങളിലേക്കും പാലങ്ങൾ വന്നു തുടങ്ങിയത്. ഈ വെക്കേഷനിലൊക്കെ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് ഈ കുമ്പളങ്ങി. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ചെമ്മീൻ കെട്ടും ചാലുകളൊക്കെ തീർന്നു കിടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ആൾക്കാർ മീൻ പിടിക്കാൻ ഇറങ്ങുന്നതും പിന്നെ ഇതുപോലെ ധാരാളം കൊക്കുകളെയൊക്കെ നമുക്ക് രാവിലെയൊക്കെ വന്നാൽ കാണാൻ സാധിക്കും. ശരിക്കും ഇതൊരു അടിപൊളി കാഴ്ച തന്നെയാണ്. കാരണം ഇപ്പോൾ വെള്ളം കുറവാണ്, അതുകൊണ്ട് തന്നെ മീനുകളെയൊക്കെ നന്നായിട്ട് കാണാൻ സാധിക്കുന്നതുകൊണ്ടാണ് ധാരാളം കൊക്കുകൾ ഇവിടെ വരുന്നത്. രാവിലെയൊക്കെ ബേഡ്സിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് രാവിലെയൊക്കെ വന്നാൽ നല്ല അടിപൊളിയായിട്ട് ഫ്രെയിംസ് ഒക്കെ കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നോക്കിയാൽ തന്നെ കാണാം, ചാലുകളിലൊന്നും വെള്ളമില്ല, ഉണങ്ങിക്കിടക്കുവാണ്. ചാലുകളൊക്കെ പാട്ടത്തിനെടുക്കുമ്പോൾ മീനെ വളർത്തും. പക്ഷേ ഈ ചാലുകൾ തീർന്നു കഴിഞ്ഞാലും ചെറിയ കുറേ മീനുകളൊക്കെ ഈ വെള്ളത്തിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ചാലുകൾ തീർന്നു കഴിയുമ്പോൾ സാധാരണ മീൻപിടുത്തക്കാർ ഇതുപോലെ ഇറങ്ങി പിടിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിരാവിലെയൊക്കെ വരുവാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഇവിടം. ധാരാളം ദേശാടന പക്ഷികളൊക്കെ ഇവിടെ വരാറുണ്ട്. പക്ഷെ എന്നാൽ ഈ വെള്ളം ഇങ്ങനെ വറ്റിക്കിടക്കുന്ന സമയത്താണ് കൂടുതലായിട്ട് നമുക്ക് ഇവയെ കാണാൻ സാധിക്കുന്നത്. എറണാകുളം ജില്ലയുടെ അറ്റത്താണ് കുമ്പളങ്ങി എന്ന് പറഞ്ഞ ഈ കൊച്ചു ഗ്രാമം വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് ആലപ്പുഴ ജില്ല തുടങ്ങുവാണ്. നേരത്തേക്ക് അധികം ആരും അറിയാണ്ട് കിടന്നിരുന്നൊരു ഗ്രാമമാണ് ഈ കുമ്പളങ്ങി. പിന്നീട് കവറിൻ്റെ ട്രെൻഡൊക്കെ സിനിമയിലൊക്കെ വന്നു തുടങ്ങിയതോടെയാണ് ഇവിടെ കൂടുതലായിട്ട് ആൾക്കാർ ചോദിച്ചറിഞ്ഞ് വരാൻ തുടങ്ങിയത്. കവർ സീസൺ ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ. കവറിൻ്റെ ടൈമിനാണെങ്കിൽ കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ടേക്ക് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാണ്ട് വരുന്നത് നമുക്ക് കാണാം. ഒത്തിരി ദൂരെ നിന്നൊക്കെ ധാരാളം ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരാറുണ്ട്. പിന്നെ ഇപ്പോൾ റീൽസിലൂടെയൊക്കെ നിങ്ങൾ ധാരാളം വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ശരിക്കും ഒരു ഡ്രോൺ വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ കുമ്പളങ്ങിയുടെ ഒരു ആകൃതി എങ്ങനെയാണെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ധാരാളം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫ്രഷ് മീനുകളാണ് എല്ലാം കിട്ടുന്നത്. ഇവിടുത്തെ ആളുകൾക്ക് ഒരിക്കലും മീനുകൾക്കൊന്നും മുട്ടുവരില്ല. അത്രമാത്രം മീനുകളാണ് ഇവിടെ നമുക്ക് ഫ്രഷായിട്ട് മേടിക്കാൻ പറ്റുന്നത്. ഒരു ഞായറാഴ്ചയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ വൈകുന്നേരങ്ങളിൽ നല്ല തിരക്കാണ്. ഒത്തിരി ദൂരെ നിന്നൊക്കെ ആൾക്കാർ ഇവിടുത്തെ സൺസെറ്റൊക്കെ ആസ്വദിക്കാൻ വേണ്ടി വരാറുണ്ട്. നിങ്ങൾക്ക് കുമ്പളങ്ങി സമാധാനത്തിൽ എക്സ്പ്ലോർ ചെയ്യണമെന്നാണെങ്കിൽ ഒന്നെങ്കിൽ വർക്കിംഗ് ഡേയ്സിൽ വരിക, അല്ലെങ്കിൽ അത് രാവിലെ വരിക. രാവിലെ വന്നാൽ കുറച്ചുകൂടി ബ്യൂട്ടിഫുള്ളാണ്. കാരണം ഫിഷിങ്ങിൻ്റെ കുറേ കാര്യങ്ങൾ കാണാം, ഇതുപോലെ ബേഡ്സിനെ കാണാം, പിന്നെ മീനുകളൊക്കെ ലേലം ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കുമ്പളങ്ങിയിലേക്ക് വരുമ്പോൾ കൂടുതൽ ആൾക്കാർ വരുന്നൊരു സ്പോട്ടാണിത്. കുമ്പളങ്ങിയിൽ നിന്ന് കണ്ടക്കടവിലേക്കുള്ള റോഡ്. ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും വെള്ളമാണ്. നല്ല മഴക്കാലത്തൊക്കെ വരുവാണെങ്കിൽ ഇത് കവിഞ്ഞ് വെള്ളം പോകുന്നതൊക്കെ നമുക്ക് കാണാം. ഇന്ത്യയിലെ ആദ്യത്തെ മോഡൽ ടൂറിസം വില്ലേജായിട്ട് പ്രഖ്യാപിച്ച ഒരു ഗ്രാമമാണ് ഈ കുമ്പളങ്ങി. അതുപോലെ തന്നെ ഇവിടെ ധാരാളം ഹോം സ്റ്റേസും റിസോർട്ട്സും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ആകെ ഒരു പെട്രോൾ പമ്പേ ഉള്ളൂ കുമ്പളങ്ങിയിൽ. പിന്നെ നൈറ്റ് അവൈലബിൾ ആയിട്ടുള്ള കടകളും വളരെ കുറവാണ്. കുമ്പളങ്ങിയിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും ജോഗിങ്ങിനായിട്ട് വരുന്നൊരു സ്ഥലമാണിത്. കാരണം വലിയ വാഹനങ്ങളൊന്നും ഇതുവഴി അങ്ങനെ അധികം പോവാറില്ല. രാവിലെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. ഇവിടുത്തെ ആൾക്കാർക്ക് ഇത് കോമൺ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ്. എന്നാൽ ഈ ബേഡ്സിൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതൊരു നല്ല കാഴ്ച തന്നെയാണ്. ഫോണിലെടുക്കാവുന്നതിൻ്റെ മാക്സിമം സൂം ചെയ്താണ് ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലൊരു നല്ല DSLR ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഇവിടെ അതിനുവേണ്ടി തന്നെ ധാരാളം ആൾക്കാർ വരാറുണ്ട്. നിങ്ങൾ രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയ വലിയ ക്യാമറകളൊക്കെ ആയിട്ട് ആൾക്കാർ വന്നിരിക്കുന്നതൊക്കെ കാണാം. പിന്നെ കുമ്പളങ്ങി കാണാൻ വരുന്നവരോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലത്തെ വെള്ളത്തിലൊന്നും വേസ്റ്റുകളൊന്നും വലിച്ചെറിയരുത്. പ്ലാസ്റ്റിക് ബോട്ടിൽസോ ചില്ലൂപ്പികളോ ഒന്നും തന്നെ എറിയരുത്. കാരണം വെള്ളം പറ്റുമ്പോൾ ഒരുപാട് പാവപ്പെട്ടവരൊക്കെ ഇവിടെ മീൻ പിടിക്കാൻ വേണ്ടിയൊക്കെ ഇറങ്ങുന്നതാണ്. അപ്പോൾ ഓരോ സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ തന്നെ രാവിലെകളിൽ വന്നിട്ടുണ്ടെങ്കിൽ മീൻ ഇതുപോലെ ലേലം വിളിക്കുന്നത് നമുക്ക് കാണാം. ലേലം വിളിക്കാൻ വേണ്ടി ഇതേപോലെ ഒരു കോമൺ ആയിട്ടുള്ള സ്ഥലമുണ്ട്. എല്ലാവരും വിൽക്കാനുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്നാണ് വെക്കുന്നത്. നല്ല വില പറഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ സാധിക്കും. ഓരോ ആൾക്കാർ ഇവിടെ നിന്ന് ഓരോ വില കൂട്ടി കൂട്ടി വിളിക്കുന്നതൊക്കെ കാണാം. നമ്മുടെ സാധാരണ ലേലം വിളി പോലെയൊക്കെ തന്നെയാണ് പരിപാടി. പക്ഷേ ഇതൊരു നല്ല കാഴ്ച തന്നെയാണ്. ഒരുപാട് പേര് ഇത് കാണാനായിട്ട് തന്നെ വരാറുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന പകുതി ആൾക്കാർ മാത്രമാണ് ഇത് മേടിക്കാനായിട്ട് വന്നിട്ടുള്ളത്. ബാക്കി പലരും ഇത് കാണാൻ വേണ്ടി വന്ന് നിൽക്കുന്നവരാണ്. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ മേടിക്കണമെന്നാണെങ്കിൽ ഇവിടെ വന്ന് ഇതേപോലെ മേടിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. കുമ്പളങ്ങിയിൽ വരുന്നവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ പുത്തൻതോട് ബീച്ച്. ഇപ്പോഴാണിത് പുത്തൻതോട് ബീച്ചായത്. പണ്ടിത് പുത്തൻതോട് ഗ്യാപ്പായിരുന്നു. നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ മീൻപിടുത്തക്കാർ വഞ്ചി അടുപ്പിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. പിന്നീട് കോവിഡിനൊക്കെ ശേഷമാണ് ഇങ്ങോട്ടേക്ക് തിരക്ക് വന്നു തുടങ്ങിയത്. ഇപ്പം ഞായറാഴ്ചകളിലൊക്കെ ഇവിടെ നിൽക്കാൻ പറ്റാത്തത്ര ആൾക്കാരാണ്. കോവിഡിൻ്റെ സമയത്ത് കൊച്ചി സൈഡിലുള്ള വലിയ വലിയ ബീച്ചുകളിലേക്കൊന്നും ആളെ ഇറക്കാണ്ടായി. അതുകൊണ്ട് തന്നെ ആൾക്കാർ ഹിഡനായിട്ടുള്ള ഇതേപോലത്തെ ബീച്ചുകളൊക്കെ തപ്പി നടന്നാണ് ഒടുവിൽ പുത്തൻതോട് ബീച്ചിലെത്തിയത്. പുറത്തുനിന്നൊക്കെ ധാരാളം ആൾക്കാർ ഇങ്ങോട്ടേക്ക് ഇപ്പം എത്തുന്നതുകൊണ്ട് ഇവിടെ കുറേ കടകളൊക്കെ വന്നിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാരും വഞ്ചിക്കാരും മാത്രമാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത്.
ഈ ബീച്ചിൽ വരുവാണെങ്കിലും വൈകുന്നേരങ്ങളിൽ വർക്കിംഗ് ഡേയ്സിൽ വരുന്നതാണ് നല്ലത്. കാരണം ഞായറാഴ്ച ഇവിടെ നല്ല ആൾക്കാരാണിപ്പോൾ. ശരിക്കും ഒരു 1 ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും വരാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ കുമ്പളങ്ങി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണിത്. പിന്നെ ഇവിടെ ധാരാളം ജലാശയങ്ങളുണ്ട്. പുറത്തുനിന്ന് വരുന്നവർ ഓരോ കാണുന്ന വെള്ളത്തിലും ചാടി ഇറങ്ങരുത്. കാരണം ആഴം കുറഞ്ഞതും നല്ല ആഴമുള്ളതുമായിട്ടുള്ള ഒത്തിരി സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ധാരാളം അപകടങ്ങൾ അതുപോലെ ഉണ്ടാവാറുണ്ട്. കാണാൻ വരുന്നവർ ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കുക, എന്നിട്ട് തിരിച്ച് മടങ്ങി പോവുക. അതുപോലെ തന്നെ ഇവിടെയുള്ള ആൾക്കാർക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുത്. പിന്നെ റോഡുകളൊക്കെ വീതി കുറഞ്ഞ റോഡുകളാണ്. അതുകൊണ്ട് വരുന്നവർ മാക്സിമം വണ്ടികളൊക്കെ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വേണം പാർക്ക് ചെയ്യാൻ. നിങ്ങൾ കുമ്പളങ്ങി വരുവാണെങ്കിൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലങ്ങളെന്ന് പറയുന്നത് ഇവിടെ കണ്ണമാലി പള്ളി ഉണ്ട് അടുത്തായിട്ട്. പിന്നെ പുത്തൻതോട് ബീച്ച്, മറൈൻ വാക്വേ, പിന്നെ ചെല്ലാന ഹാർബർ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഈ സ്ഥലങ്ങളെല്ലാം വൈകുന്നേരങ്ങളിൽ വന്നാലാണ് കൂടുതലായിട്ട് നമുക്ക് ഭംഗിയായിട്ട് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ കുമ്പളങ്ങിയിലേക്കൊക്കെ ഒരു 1 ഡേ ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ എന്തൊക്കെയാണെന്നുള്ളൊരു വീഡിയോ ഞാൻ എന്തായാലും വേറെ ഒരെണ്ണം ചെയ്യുന്നതായിരിക്കും. ധാരാളം ബേഡ്സുകളൊക്കെ വരുന്ന സീസൺ ഇപ്പം തന്നെയാണ്. അപ്പോൾ ഇതിനെയൊക്കെ കാണാൻ വേണ്ടി വരുന്നവരാണെങ്കിൽ ഉടനെ തന്നെ എന്തായാലും വരാൻ ശ്രമിക്കുക. പിന്നെ മഴക്കാലമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലായിടത്തും വെള്ളം വരും. അപ്പോൾ പക്ഷികൾ അധികമായിട്ട് പിന്നെ വരില്ല. എറണാകുളം സൈഡിൽ നിന്നൊക്കെ വരുവാണെങ്കിൽ കുമ്പളങ്ങിയിലേക്ക് ഡയറക്റ്റ് ബസ്സുകളുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിച്ച സ്ഥലങ്ങളെല്ലാം ബസ്സുകൾ പോകുന്ന സ്ഥലങ്ങളല്ല. ബസ്സിനൊക്കെ വരുന്നവരാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഓട്ടോ യൂസ് ചെയ്യേണ്ടി വരും. കുമ്പളങ്ങിനെ പറ്റി ഇനി എന്തെങ്കിലും അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ഒരു വീക്കെൻഡൊക്കെ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നേരെ കുമ്പളങ്ങിയിലേക്ക് പോകുന്നുള്ളൂ. ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് ലൊക്കേഷൻ അവൈലബിൾ ആണ്. നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.